പുരസ്കാരമാണ് ഇനി. ജേതാവ് ലിജോ മോൾ ജോസ്. ചിത്രം നടന്ന സംഭവം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ലിജോ മോൾ ജോസിനെ ക്ഷണിക്കുന്നു. മികച്ച സ്വഭാവ നടി ലിജോ മോൾ ജോസ്. ചിത്രം നടന്ന സംഭവം. കുടുംബത്തിലും സമൂഹത്തിലും അപമാനിതയാകുന്ന ഒരു സ്ത്രീ സ്വയം കരുത്താർജിക്കുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ സ്വാഭാവികമായ ആവിഷ്കാരത്തിന്. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകത്താണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അയാൾ എന്നോട് സംസാരിക്കുമ്പോഴോ ആ കാര്യം ഞാൻ എന്റെ കൂട്ടുകാരിയോട് പറയുമ്പോഴോ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂട്ടുകാരിയോട് വളരെ പേഴ്സണൽ. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ഇനി സമർപ്പിക്കുന്നത്. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. നിർമ്മാതാക്കളായ സുധീഷ് കറിയ, താമർ KV എന്നിവർ 75,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് എത്തുന്നു. ഒപ്പം സംവിധായകൻ ഫാസിൽ മുഹമ്മദ് 1.5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ അദ്ദേഹവും വേദിയിലെത്തുന്നു. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. നിർമ്മാതാക്കൾ സുധീഷ് സ്കറിയ, താമർ KV. തീരദേശത്തെ ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ പുരുഷാധിപത്യം, മതപൗരോഹിത്യം എന്നിവയെ പ്രതിക്കൂട്ടിൽ നിർത്തി സൂക്ഷ്മമായി വിചാരണ ചെയ്യുന്ന ചിത്രം. ഒരു സ്ത്രീ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന്റെ സ്വാഭാവിക നർമ്മത്തിലൂന്നിയ രസകരമായ ആഖ്യാനത്തിന്. അതവിടെ കിടന്നോട്ടെന്നു നടു വേണിച്ചിട്ട് ഉറങ്ങാൻ വയ്യ. ഞാൻ കൊടുത്തോണ്ട് എന്റെ പൈസ. ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ് ഇപ്പോൾ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. ഇനി മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമാണ് സമർപ്പിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ്. 66,666 രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം ഏറ്റുവാങ്ങാൻ നിർമ്മാതാക്കളായ ശ്രീ ഷോൺ ആന്റണി, ശ്രീ സൗബിൻ ഷാഹിർ, ശ്രീ ബാബു ഷാഹിർ എന്നിവരെ ക്ഷണിക്കുന്നു. ഒപ്പം 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ സംവിധായകൻ ശ്രീ ചിദംബരത്തെയും ക്ഷണിക്കുന്നു. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ്. സംവിധായകൻ ചിദംബരം. നിർമ്മാതാക്കൾ ഷോൺ ആന്റണി, സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ. ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അഗാധ ഗർത്തത്തിൽ അകപ്പെട്ടു പോകുന്ന സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം യുവാക്കൾ നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഹൃദയഹാരിയായ ആവിഷ്കാരം. സൗഹൃദത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ആഴങ്ങളെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന പ്രമേയത്തിന്റെ ശക്തമായ അവതരണത്തിന്. ഭയങ്കര റിസ്ക്കാണ്. ഈ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ ഇയാളെങ്കിൽ എന്ത് ചെയ്യും? നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാനാണ്. A proud moment for Team Manjumal Boys as the team comes on stage to receive the Best Film Award, the producers and the director. മികച്ച സംവിധായകനുള്ള പുരസ്കാരമാണ് ഇനി. അതും ചിദംബരത്തിന്. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ചിദംബരം എത്തുന്നു. മികച്ച സംവിധായകൻ ചിദംബരം. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. ഒരു യഥാർത്ഥ സംഭവത്തെ കലാപരത ചോർന്നു പോകാതെ സിനിമയുടെ ദൃശ്യഭാഷയിലേക്ക് കൊണ്ടുവരികയും എല്ലാ സാങ്കേതിക വിഭാഗങ്ങളെയും സർഗാത്മകമായി സമന്വയിപ്പിക്കുകയും ചെയ്ത സംവിധാന പാടവത്തിന്. പ്രത്യേക ജൂറി പുരസ്കാരമാണ് അടുത്തതായി സമർപ്പിക്കുന്നത്. ചിത്രം പാരഡൈസ്. നിർമ്മാതാക്കളായ ആന്റോ ചിറ്റിലപ്പള്ളി, സനിത ചിറ്റിലപ്പള്ളി എന്നിവർ 12,500 രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം ഏറ്റുവാങ്ങാനായി വേദിയിലെത്തുന്നു. ഒപ്പം സംവിധായകൻ പ്രസന്ന വിതാനകെ 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി ഒരിക്കൽ കൂടി വേദിയിലെത്തുന്നു. പ്രത്യേക ജൂറി അവാർഡ്. ചിത്രം പാരഡൈസ്. നിർമ്മാതാവ് ആന്റോ ചിറ്റിലപ്പള്ളി, സനിത ചിറ്റിലപ്പള്ളി. സംവിധായകൻ പ്രസന്ന വിതാനകെ. ശ്രീലങ്കയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ അടിയറ വെച്ച് കഴിയേണ്ടി വരുന്ന ജനതയുടെ ജീവിതാവസ്ഥകൾ സ്ത്രീപക്ഷ വീക്ഷണത്തിൽ തീക്ഷ്ണമായി അവതരിപ്പിക്കുന്ന ചിത്രം. Sir, don't go there, sir. They will kill you. Kill who? Kill you, me, Madam Hall. They are angry. The state boy died. മലയാള സിനിമയുടെ അഭിനേതാക്കൾ വലിയ മത്സരം കാഴ്ചവെച്ച ഈ വർഷത്തിൽ അഭിനയത്തിന് 4 പ്രത്യേക ജൂറി പരാമർശങ്ങളാണ് നൽകാനുള്ളത്. ആദ്യത്തേത് ദർശന രാജേന്ദ്രൻ ഫോർ പാരഡൈസ്. ദർശന രാജേന്ദ്രന് വേണ്ടി ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ അമ്മ ശ്രീമതി നീരജ രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം. അഭിനയം ദർശന രാജേന്ദ്രൻ. ചിത്രം പാരഡൈസ്.
ദേശം, ദാമ്പത്യം എന്നിവയിലെ അരാഷ്ട്രീയതയ്ക്കെതിരെ മനുഷ്യത്വത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ പ്രകടന മികവിന് You know, in the Jain Ramayana, Sita fought Ravana face to face. And Rama was അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നത്. അടുത്തതായി ജ്യോതിർമയി ചിത്രം ബോഗൻവില്ല ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി ജ്യോതിർമയെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം അഭിനയം ജ്യോതിർമയി ചിത്രം ബൊഗെയിൻവില്ല. ഓർമ്മയുടെയും മറവിയുടെയും രഹസ്യങ്ങളുടെയും ഇടയിൽ പെട്ടുപോകുന്ന ഒരു സ്ത്രീയുടെ സങ്കീർണമായ മനോവ്യാപാരങ്ങളെ തീക്ഷ്ണമായി ആവിഷ്കരിച്ചതിന് റോയ്ഷൻ തന്ന ബ്രേസ്ലെറ്റ് നോക്കി ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അന്ന് രാത്രി കാർ ഓടിച്ച ഞാൻ അഭിനയത്തിനുള്ള അടുത്ത പ്രത്യേക ജൂറി പരാമർശം നേടിയിരിക്കുന്നത് ആസിഫ് അലി കിഷ്കിന്ധ കാണ്ഡം ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ആസിഫ് അലിയെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം അഭിനയം ആസിഫ് അലി ചിത്രം കിഷ്കിന്ധാകാന്ഡം. കുടുംബത്തിലെ ഒരു രഹസ്യത്തിന്റെ നിഗൂഢതയിൽ അകപ്പെട്ടു പോയ ഒരു യുവാവിന്റെ നിസ്സഹായ അവസ്ഥയും വ്യാകുലതകളും വിഹ്വലതകളും തികച്ചും സ്വാഭാവികമായി അവതരിപ്പിച്ചതിന് അച്ഛനെ പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടപ്പോ എന്റെ സംശയങ്ങൾ ഞാൻ എന്താ ചോദിക്കും. അപ്പുറത്ത് അഭിനയത്തിനുള്ള അടുത്ത പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നത് AR എന്ന ചിത്രത്തിന് ടൊവിനോ തോമസ് ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ ടൊവിനോ തോമസിനെ ക്ഷണിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം അഭിനയം ടൊവിനോ തോമസ് ചിത്രം ARM. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ 3 കഥാപാത്രങ്ങളെ വേറിട്ട ശരീരഭാഷയിലൂടെ ഭാവതീവ്രമായി അവതരിപ്പിച്ച അഭിനയ മികവിന് അൻപത്തിയഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ അവസാനത്തെ 2 അവാർഡുകളുടെ സമർപ്പണത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. മികച്ച നടി ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിന് വേണ്ടി ഷംല ഹംസ 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി ഷംല ഹംസയെ ക്ഷണിക്കുന്നു. മികച്ച നടി ഷംല ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. പുരുഷാധികാരത്തിന്റെയും മതപൗരോഹിത്യത്തിന്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും അയത്ന ലളിതമായി അനുഭവിപ്പിച്ച അഭിനയ മികവിന് എന്താണ് ഞാൻ കുറച്ച് ദിവസം നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ ബെഡ് ഒഴിവാക്കിയത്. ഇപ്പൊ എന്റെ പൈസക്ക് ഒരു ബെഡ് വാങ്ങാൻ പറ്റൂല. അതെ, ഭർത്താക്കന്മാരെ മുന്നിൽ പെണ്ണുങ്ങളെ നാവ് പൊങ്ങാൻ പാടില്ല. അങ്ങനാണ് എന്റെ ഉമ്മന്റെ പന്മാരെ പഠിപ്പിച്ചത്. The final award to be presented this evening for the best actor, മികച്ച നടൻ ഭ്രമയുഗം എന്ന ചിത്രത്തിന് വേണ്ടി മമ്മൂട്ടി 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുന്നു. മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടി. മികച്ച നടൻ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം. കൊടുമൺ പോറ്റി, ചാത്തൻ എന്നീ 2 കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാഭിനയ മികവിന് താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതിനായക വേഷത്തിന്റെ പകർന്നാട്ട പൂർണ്ണതയ്ക്ക് ജീവിതം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.